സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. പുനെ വൈറോളജി ലാബിൽ നിന്നുള്ള 38-കാരിയുടെ പരിശോധനാ ഫലം പോസിറ്റീവായി മാറിയിരിക്കുകയാണ്. അജിത് ബാബു ചേരുന്നു വിവരങ്ങളുമായി. അജിത്ത്, നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ യുവതിയുടെ ആരോഗ്യസ്ഥിതി? ഏത് തരത്തിലാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി പത്മ, ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഡോക്ടർമാർ ഇത് പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുള്ളത്. കാരണം ആരോഗ്യനില മോശമാണെന്ന് ഇന്നലെയും ഇന്നും രാവിലെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഡോക്ടർമാർ പറയുന്നുണ്ട്. അത്തരത്തിൽ ഗുരുതരമായി തന്നെ ആരോഗ്യനില തുടരുന്ന സാഹചര്യമാണുള്ളത്. നിലവിൽ പാലക്കാട് വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ജില്ലാ കളക്ടർ തന്നെ ഈ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ 7ാം വാർഡ് പൂർണ്ണമായും, ചില വാർഡുകൾ ഭാഗികമായുമാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കരിമ്പുഴ പഞ്ചായത്തിലെ 17ഉം 18ഉം വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തും എന്നുള്ളതാണ് നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പോലീസും ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ജാഗ്രത നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. കാരണം വളരെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട ഒരു രോഗമാണ്, ഒരു വൈറസ് ഇതാണ് നിപ്പ എന്ന് നമുക്കറിയാം. കാരണം നിപ്പയുടെ പ്രഹരണ ശേഷിയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സമൂഹം ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ആരോഗ്യ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തെ കാണുന്നത്. നിലവിൽ ഈ ആളുടെ, ഈ 38-കാരിയുടെ ട്രാക്ക്, അതായത് സഞ്ചരിച്ച ദിശകൾ ഉൾപ്പെടെയുള്ള കണക്കുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. വിശദമായ ഒരു കണക്ക് എടുത്ത് ജില്ലാ ഭരണകൂടം അത് ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. ഏതാണെങ്കിലും വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യത്തെ കാണുന്നു. നിപ്പ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ആ പ്രദേശത്ത് ആകമാനം ജാഗ്രത ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ കൃത്യമായ മുൻകരുതൽ ഉൾപ്പെടെ സ്വീകരിക്കാൻ ഉള്ള നിർദ്ദേശങ്ങൾ കൂടി ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അതേസമയം ഈ പെരിന്തൽമണ്ണയിലും അവിടെ ചികിത്സയ്ക്ക് എത്തിക്കുന്ന 1-ാം തീയതിയാണ് അവിടെ ചികിത്സക്കായി എത്തുന്നത്. ഇവിടെയും ചില ആളുകളൊക്കെ കാണുന്ന സാഹചര്യമുണ്ട്. അവരോടുൾപ്പെടെ അവിടെ കണ്ട നേഴ്സുമാരുൾപ്പെടെ ഉള്ളവരോടൊക്കെ ക്വാറന്റൈനിൽ പോകാനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയും പാലക്കാടും നേരിട്ട് സമ്പർക്കമുള്ള കുറച്ചധികം ആളുകൾ ഉണ്ട്. അവരോടും ഇത്തരത്തിൽ ക്വാറന്റൈനിൽ പോകാനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഏതാണെങ്കിലും സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. മറ്റു നടപടികൾ പുരോഗമിക്കുകയാണ്. ലക്ഷ്മി പത്മ. അജിത്ത്, നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന നിലയ്ക്ക് തന്നെ ഏത് തരത്തിലാണ് മറ്റു പ്രതിരോധ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത്? ഇങ്ങനെ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ അത്തരം പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? വീട്ടുകാരെ അടക്കം ക്വാറന്റൈനിലാക്കുന്ന സ്ഥിതിയുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും തന്നെ ഇന്നലെ തന്നെ, അതായത് നമ്മുടെ ഈ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയ ശേഷം അവിടെ തന്നെ ഇത്തരത്തിൽ സംശയം തോന്നിയ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ ഇത്തരത്തിൽ നിപ്പയാവാനുള്ള സംശയമുണ്ടെന്ന് ഡോക്ടർമാരും ആരോഗ്യ വിദഗ്ധരും എല്ലാം തന്നെ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇത്തരത്തിൽ സാമ്പിളുകൾ അയക്കുകയും അതിന്റെ നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മുൻകരുതലുകളെല്ലാം തന്നെ സ്വീകരിച്ചിരുന്നു. ഈ പ്രദേശത്താകെ, പ്രത്യേകിച്ച് തച്ചനാട്ടുകര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാകെ തന്നെ വലിയ തരത്തിലുള്ള മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട്. പോലീസും ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പും ഒക്കെ ഗൗരവത്തോടു കൂടി തന്നെയായിരുന്നു സാഹചര്യങ്ങളെ പരിഗണിച്ചത്. ഇപ്പൊ തന്നെ ആളുകളോട് പുറത്തിറങ്ങുന്നതും യാത്ര ചെയ്യുന്നതും കൂട്ടം കൂടുന്നതും ഒക്കെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല മാസ്ക് ഉൾപ്പെടെ കൃത്യമായി ഉപയോഗിക്കണം എന്നുള്ള കാര്യം കൂടി ഇതിനോടകം തന്നെ നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമ്പർക്ക പട്ടിക എന്ന് പറയുന്നത് എത്രയാണെന്ന് പൂർണ്ണമായും ഇതേവരെ കണക്കെടുത്തിട്ടില്ല. പക്ഷേ 100ഓളം ആളുകൾ ഇത്തരത്തിലുണ്ട് എന്നുള്ളതാണ് നിലവിൽ കരുതപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു കണക്കാണ് ഇപ്പോൾ നിലവിൽ കയ്യിലുള്ളത്. അപ്പൊ അതിൽ പ്രാഥമികമായ സമ്പർക്ക പട്ടികയൊക്കെ വേർതിരിച്ചെടുത്തതിന് ശേഷം വേണം അതിന്റെ ഒരു പൂർണ്ണമായ കണക്ക് ലഭിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും ഒക്കെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളോട് കൃത്യമായി ജാഗ്രത പാലിക്കണമെന്നും ഇത് നിപ്പയാണെന്നുള്ളതും നിപ്പയുടെ ഗൗരവാവസ്ഥ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. നേരത്തെ നമ്മൾ ഈ സാഹചര്യത്തെ ഫേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ജനങ്ങൾക്ക് പറയാം. ഇതിനോടകം തന്നെ
ഒരു വലിയ തരത്തിലുള്ള ആൾക്കൂട്ടങ്ങളൊന്നും ഈ പ്രദേശത്ത് ഇല്ലാതെ ആയിട്ടുണ്ട്. തച്ചനാട്ടുകര ഉൾപ്പെടെയുള്ള പ്രദേശത്ത് അങ്ങനെ ആയിട്ടുണ്ട്. ഏതാണെങ്കിലും പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം പുറത്തു വന്നിരിക്കുകയാണ്. 38-കാരിയുടെ പരിശോധനാ ഫലമാണിപ്പോൾ പോസിറ്റീവായി മാറിയിരിക്കുന്നത്. അജിത് ബാബു ആണ് വിവരങ്ങൾ പങ്കുവച്ചത് പാലക്കാട് നിന്ന്.